അജയന്റെ ഓട്ടോ വന്നു നിൽക്കുന്നത് കണ്ടതോടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് ശ്രീദേവിക്കുട്ടി മുൻവശത്തേക്ക് വന്നു. ഓട്ടോയുടെ പിന്നിൽ നിന്ന് നവമി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കിയത്. അജയൻ മാത്രമാണ് ഓട്ടോയിൽ ഉള്ളതെന്ന് കണ്ടതോടെ അവരിറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഓട്ടോ വന്നു നിന്നിട്ടും അതിൽ നിന്ന് ഇറങ്ങാതെ അജയൻ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവർക്ക് അത്ഭുതമായി. അവൾ എവിടെ മോനെ? നവമി നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നില്ലേ? അതോ പത്മ ചേച്ചി അവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞോ? ശ്രീദേവിക്കുട്ടി മകനോട് തിരക്കി. അമ്മയ്ക്ക് മറുപടി കൊടുക്കാതെ അവൻ അവരുടെ മുഖത്തേക്ക് 2 നിമിഷം കോപത്തോടെ നോക്കി നിന്നു. പിന്നെ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ മുറ്റത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണങ്ങാനായി നിരത്തിയിട്ടിരിക്കുന്ന വറ്റൽ മുളക് വാരി നിറയ്ക്കാൻ വേണ്ടി ശ്രീദേവിക്കുട്ടി കൊണ്ടുവച്ചിരുന്ന ഈറ്റക്കുട്ട അവൻ ചവിട്ടി തെറിപ്പിച്ചു. എടുത്തോണ്ട് പൊക്കോണം സർവ്വതും എൻ്റെ മുമ്പിൽ നിന്ന്. അവൻ അകത്തേക്ക് കയറിപ്പോകുന്ന വഴിയിൽ എന്തൊക്കെ ഇരുന്നോ അതെല്ലാം അവൻ തലങ്ങും വിലങ്ങും തട്ടിക്കളഞ്ഞു. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? കണ്ണിൽ കണ്ടത് മുഴുവൻ ദാ അവൻ വാരിയിട്ട് നശിപ്പിക്കുന്നു. ഇവനിത് എന്തിൻ്റെ കേടാ? അവർ മകന് പിന്നാലെ അകത്തേക്ക് ചെന്നു. പൊക്കോണം എൻ്റെ മുമ്പിൽ നിന്ന്. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. കരുണയില്ലാത്ത വർഗങ്ങൾ. അവൻ തിരിഞ്ഞു നിന്ന് അവർക്ക് നേരെ കൈ ചൂണ്ടി ചീറി. എടാ അജയ, നിനക്കെന്താ പറ്റിയതെന്ന് പറയടാ. അവളെവിടെ? നവമി, നീ അവളെ കൊണ്ടുവരാനല്ലേ പോയത്? അജയൻ പോയ ഇടത്ത് തക്കതായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രീദേവിക്കുട്ടിക്ക് തോന്നി. അല്ലാതെ വെറുതെയൊന്നും ഇത്രയധികം ക്ഷോഭിക്കുന്നവനല്ല അജയൻ. മോനെ, അവളെവിടെ? അവളെന്താ നിന്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ? എൻ്റെ കൂടെ വരാൻ ഞാൻ അവളുടെ ആരാ? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയും കൂടെ വരാൻ. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ പോവില്ലായിരുന്നു. ദേഷ്യമടങ്ങിയപ്പോൾ അവൻ്റെ ഒച്ച താണുപോയി. അവൾ പോയോ? എവിടേക്ക്? ശ്രീദേവിക്കുട്ടി അമ്പരന്ന് പോയി. ഞാനും രത്നമ്മ ടീച്ചറും പോയില്ലേ കോട്ടയത്തിന്? അയാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വക്കീല്, അവളുടെ അച്ഛൻ. അയാൾ അവളെ കൊണ്ടുപോകാൻ വന്നതാണോ? നിങ്ങൾ ചെന്നപ്പോൾ അയാൾക്ക് നവമിയെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞു വിട്ടത്? അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അയാളുടെ മനസ്സ് മാറിക്കാണും. സ്വന്തം മകളല്ലേ, അവൾ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് ചിന്തിച്ചപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും വീട്ടിലെല്ലാവരുമായി ആലോചിച്ചിട്ട് അവളെ കൊണ്ട് പോയേക്കാമെന്ന്. അയാൾക്ക് ഭാര്യയും മകളുമൊക്കെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അവരൊക്കെ സമ്മതിച്ചു കാണുമോ മോനെ? അതൊന്നും എനിക്കറിയില്ല. അവർ സമ്മതിക്കാതെ അയാൾക്ക് അവളെ അവിടെ കൊണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അതും ശരിയാ. അവർ ഒരു ദീർഘനിശ്വാസം വിട്ടു. വലിയൊരു ഭാരം തന്റെ ചുമലിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരു ആശ്വാസമാണ് അമ്മയുടെ മുഖത്തെന്ന് അവന് തോന്നി. അജയൻ ഒന്നും കുടിക്കാനോ തിന്നാനോ നിൽക്കാതെ തന്റെ റൂമിലേക്ക് പോന്നു. കാർ ഓടിക്കൊണ്ടിരുന്ന റോഡിന് ഇരുവശവും പച്ചപ്പട്ടണിഞ്ഞ അതിവിശാലമായ നെൽപ്പാടങ്ങളാണ്. അതങ്ങ് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നു. പച്ചപ്പൊൻനിറം അവസാനിക്കുന്നിടത്ത് പടിഞ്ഞാറൻ മേഘം ചാഞ്ഞിറങ്ങി ആകാശം അതിര് തീർക്കുന്നു. നെൽക്കതിരുകൾ ആടിയുലയുന്നത് കണ്ടാൽ അറിയാം പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടെന്ന്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വിജയകൃഷ്ണൻ മുഖം ചിരിച്ച് നവമിയെ നോക്കി. ഒരു ചലനവുമില്ലാതെ ഒരു നേർരേഖയിലേക്ക് എന്ന വണ്ണം നോക്കിയിരിക്കുകയാണവൾ. താൻ എവിടേക്കാണ് പോകുന്നതെന്നോ തന്നെ എവിടേക്കാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്നോ ഉള്ള ഒരാശങ്കയും അവളുടെ മുഖത്ത് കാണാനില്ല. മറിച്ച് ആര് തന്നെ എവിടെ കൊണ്ടുപോയാലും അവിടേക്ക് വരാൻ വിധിക്കപ്പെട്ടവളാണ് താനെന്ന ഒരു ഭാവം അതുമാത്രം ആ മുഖത്തുണ്ടെന്ന് വിജയകൃഷ്ണന് തോന്നി. റോഡിൽ നിന്ന് 200 മീറ്ററോളം ഉള്ളിലേക്ക് ഇരുവശവും മനോഹരമായ പൂച്ചെടികൾ വച്ച് പിടിപ്പിച്ച ഒരു റോഡിലേക്ക് കാർ കയറിയതോടെ നവമി ഇരുവശവും 3 കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. മനോഹരമായ നിരവധി കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നതിനിടയിലേക്ക് വിജയകൃഷ്ണൻ തന്റെ വാഹനം കൊണ്ടുചെന്ന് നിർത്തി. ഇറങ്ങ്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വിശക്കുന്നില്ലേ നിനക്ക്? കുറച്ചു നേരമായി വെള്ളം പോലും കുടിക്കാതുള്ള ഇരിപ്പല്ലേ? വിജയകൃഷ്ണൻ സീറ്റ് ബെൽറ്റ് ഊരുന്നതിനിടയിൽ പറഞ്ഞു. വിജയകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ നവമി അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൾക്ക് ഡോർ തുറക്കാൻ വശമില്ലാത്തത് കൊണ്ടാണ് ഇറങ്ങാത്തത് എന്ന് കരുതി അയാൾ അവൾക്കിറങ്ങാനായി ഡോർ തുറന്നു കൊടുത്തു. ഇറങ്ങ്, അയാൾ അവളെ നോക്കി പറഞ്ഞു. അച്ഛൻ കഴിച്ചിട്ട് വാ. എനിക്ക് വേണ്ട, വിശപ്പില്ല. അവൾ അവിടെ ഇരുന്നു കൊണ്ട് പിറുപിറുത്തു. എനിക്ക് കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ കാർ നിർത്തിയത്, നിനക്ക് വേണ്ടിയാ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആഹാരം തികഞ്ഞില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? നീ ഇന്ന് പട്ടിണി ഇരിക്കുമോ? എനിക്ക് വേണ്ടച്ചാ, വേണ്ടാഞ്ഞിട്ടാ. ശരി, ആഹാരം വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും നീ ഇറങ്ങി വാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിലെത്തും മുൻപേ നീ അറിയാനുള്ളത് എനിക്ക് നിന്നെ അറിയിക്കണം. അതിനുവേണ്ടി കൂടിയാ ഞാനിവിടെ വണ്ടി നിർത്തിയത്. അയാൾ അത്രയും പറഞ്ഞതോടെ നവമി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വിജയകൃഷ്ണൻ ഡോർ ലോക്ക് ചെയ്ത ശേഷം മുൻപേ നടന്നു. നിരനിരയായി തീർത്ത നിരവധി ഹാട്ട് സർവീസുകളുള്ള ഹോട്ടലായിരുന്നു അത്. ചെറിയ കൂടാരങ്ങൾക്ക് പിന്നിൽ തടാകം പോലെ പരന്നു കിടക്കുന്ന പുഞ്ചപ്പാടം. പുഞ്ചയ്ക്ക് മീതെ നടന്ന് ഇരതേടുന്ന കുറ്റികളും നീർക്കാക്കക്കൂട്ടങ്ങളും. അതിനിടയിൽ അവിടെയും ഇവിടെയുമായി ചൂണ്ടയെറിഞ്ഞ് മീൻ വെട്ടുന്നതും കാത്തിരിക്കുന്ന ആൾക്കാർ.
നവമിക്ക് അതെല്ലാം കൗതുകകരമായ കാഴ്ചകളായിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ വരാൻ പോകുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു നിറഞ്ഞു നിന്നത്. വിജയകൃഷ്ണൻ അവളെയും കൂട്ടി ഒരു കൂടാരത്തിൽ കയറിയ ശേഷം ഇരിക്കാൻ അവളോട് ആംഗ്യം കാട്ടി. 4 പേർക്കിരുന്ന് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. നവമി ഇരുന്നതിൻ്റെ നേരെ എതിർവശത്തായി വിജയകൃഷ്ണൻ ഇരുന്നു. ഓർഡർ എടുക്കാൻ ആൾ വന്നപ്പോഴേക്കും അയാൾ ചപ്പാത്തിക്കും വെജിറ്റബിൾ കുറുമയ്ക്കും ഓർഡർ നൽകി. ഒന്ന് നന്നായി മധുരം ചേർത്തതും ഒന്ന് തീരെ മധുരമിടാതെയും 2 കോഫി, പിന്നെ വെജിറ്റബിൾ സലാഡ്. 10 മിനിറ്റിനുള്ളിൽ ഓർഡർ നൽകിയ ആഹാരമെത്തി. വിശപ്പില്ലെന്ന് പറഞ്ഞെങ്കിലും നവമിക്ക് വയർ കത്തിയെരിയുന്നുണ്ടായിരുന്നു. 3 ചപ്പാത്തിയും കറിയും കാപ്പിയും കുടിച്ചതോടെ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. കൈ കഴുകിയ ശേഷം നവമി നിൽക്കുന്നത് കണ്ട് അവളോട് ഇരിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. അവൾ ഒരു കസേരയിലേക്ക് ഇരുന്നു. ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നീ ചെന്ന് കയറാൻ പോകുന്ന നമ്മുടെ വീടിനെ കുറിച്ചാണ്, അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്, അവിടെയുള്ള മറ്റ് മനുഷ്യരെക്കുറിച്ചാണ്. അയാൾ മുഖപുരമൊന്നുമില്ലാതെ പറഞ്ഞു തുടങ്ങി. അയാൾ വീട്ടിലുള്ളവരെയെല്ലാം ആദ്യം അവൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു, വേലക്കാരെ ഉൾപ്പെടെ. നിന്നേക്കാൾ ഇളയവരാണ് നിന്റെ സഹോദരങ്ങളെല്ലാം. പക്ഷേ അവർക്ക് മുമ്പിലേക്ക് നീ ആദ്യമായി ചെല്ലുകയാണെന്ന് ഓർക്കണം. അതിൻ്റേതായ ഒരു അപരിചിതത്വം അവരിൽ കാണും. പെട്ടെന്നൊരു നിമിഷത്തിൽ അപരിചിതയായ ഒരു പെൺകുട്ടിയെ സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും മുമ്പിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പറയുക, ഇതെൻ്റെ മകളാണ്, ഇനി മുതൽ ഇവൾ ഇവിടെയാണ് താമസിക്കുക, എൻ്റെ മക്കളെല്ലാം ഇവളെ മൂത്ത സഹോദരിയായിട്ട് കാണണം, എൻ്റെ ഭാര്യ ഇവളെ സ്വന്തം മക്കളിൽ ഒരാളായിട്ട് അംഗീകരിച്ചോണം. വിജയകൃഷ്ണൻ ഒന്ന് നിർത്തി. പക്ഷേ അവരാരും ആദ്യം അംഗീകരിച്ചു തന്നെന്ന് വരില്ല. അംഗീകരിച്ചു തരില്ലെന്ന് മാത്രമല്ല, അവർ ഇതിനെ നഖശികാന്തം എതിർത്തെന്ന് പോലും വരാം. 4 വശത്തു നിന്നും വരാൻ പോകുന്ന ആ എതിർപ്പിനെ അതിജീവിച്ച് വേണം നീ വിജയകൃഷ്ണന്റെ വീട്ടിൽ നിൽക്കാൻ. മനസ്സിലായോ? നവമി അയാൾ പറയുന്നത് തനിക്ക് മനസ്സിലായി എന്ന രീതിക്ക് തല ഒന്ന് ചലിപ്പിച്ചു പോലുമില്ല. പകരം അവളുടെ കണ്ണുകളിൽ താൻ നേരിടേണ്ട സാഹചര്യത്തിന്റെ ഭീകരതകൾ എത്രത്തോളം വലുതായിരിക്കും എന്നൊരു സന്ദേഹമുണ്ട് കാണാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇതുപോലൊന്നും സംഭവിക്കണമെന്നില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. ആദ്യം അവർക്കൊരു അമ്പരപ്പ് കാണുമായിരിക്കും, അതിൻ്റെ ഒരു പ്രതിഷേധവും വന്നെന്നിരിക്കും. പക്ഷേ നിന്നെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ, നീ ജീവിച്ച സാഹചര്യം മനസ്സിലാകുമ്പോൾ അവർക്ക് നിന്നോടുള്ള വെറുപ്പെല്ലാം മാറി പകരം ഇഷ്ടമാകും. നല്ല അറിവും വിദ്യാഭ്യാസവും മറ്റുള്ളവരോട് സ്നേഹവും കരുതലുമൊക്കെയുള്ളവരാണ് നിന്റെ സഹോദരങ്ങൾ. അവർക്ക് നിന്നെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയാതിരിക്കില്ല. പക്ഷേ അതിനൽപ്പം സമയമെടുത്തു എന്ന് വരുമെന്ന് മാത്രം. അവരിൽ ഒരു തെറ്റ് കണ്ടാൽ പൊറുക്കാനുള്ള മനസ്സ് നിനക്കുമുണ്ടാകണം. അവരുടെ നാവിൽ നിന്ന് അറിയാതെ ഊർന്നു വീഴുന്ന ഒരു വാക്ക് കേട്ട് ഒരിക്കലും നീ കണ്ണീർ പൊഴിക്കാൻ ഇടയാകരുത്. ഇനി അതല്ല, നിനക്കിവിടെ നിൽക്കാൻ വയ്യ, നിനക്കിവിടെ നിന്ന് പുറത്തു പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതും നിനക്കെന്നോട് പറയാം, എന്നോട് മാത്രം. നമുക്കപ്പോൾ അതിനൊരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? നവമി തലയാട്ടി. എന്താടി നിനക്കൊരു ഉത്സാഹമില്ലാത്തത്? എന്ത് പറഞ്ഞാലും ഒന്നുകിൽ തലയാട്ടും, അല്ലെങ്കിൽ ഒന്ന് മൂളും. ഇതൊന്നും അവിടെ പറ്റില്ല. അനുവാണെങ്കിൽ ഏതു നേരവും കലപിലാന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തില. പ്രവീണ പിന്നെ അധികം ആരോടും അടുക്കില്ലെങ്കിലും അടുത്തു കഴിഞ്ഞാൽ പിന്നെ അരികിൽ നിന്ന് മാറുകയേ ഇല്ല. നീയും അങ്ങനെയൊക്കെ വേണം അവരോട് ഇടപെടാൻ. അല്ലാതെ ചെന്നാലുടൻ ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരുന്നേക്കല്ലേ. തനിക്ക് മനസ്സിലായെന്ന മട്ടിൽ അവൾ വീണ്ടും തലയാട്ടി. ദേ വീണ്ടും അത് തന്നെ. അയാൾ പറയുന്നത് കേട്ട് അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചിരി വികൃതമായി പോയി. ഇത്രയൊക്കെയേ ഉള്ളൂ എനിക്ക് പറയാൻ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ, അവിടെ ചെല്ലുമ്പോൾ കാണാം. വാ പോകാം. അയാൾ എണീറ്റു. അവർ പുറത്തു വന്ന് കാറിലേക്ക് കയറുമ്പോൾ വിജയകൃഷ്ണൻ അവളെ ഒന്ന് നോക്കി. താൻ പറഞ്ഞതെല്ലാം കേട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ടോ അവൾ എന്നയാൾക്ക് സംശയമായി. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പറഞ്ഞു പോയതാണത്. അതുകൊണ്ടാണ് 2 വശങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തത്. 15 മിനിറ്റ് തികച്ചെടുത്തില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാർ ഓടി കോട്ടയത്തെത്താൻ. കോട്ടയം ടൗണിൽ നിന്ന് കാർ MC റോഡിലൂടെ ഓടി നാഗമ്പടം പാലം കടന്ന് 100 മീറ്റർ മുൻപോട്ട് ചെന്ന് ഇടതുവശത്തെ ഭംഗിയുള്ള ഒരു ഗേറ്റിന് മുമ്പിൽ നിന്നു. വിജയകൃഷ്ണൻ ഹോൺ മുഴക്കിയപ്പോൾ മുറ്റത്തെ ചെടിത്തോട്ടത്തിൽ നിൽക്കുകയായിരുന്ന ഗേറ്റ് കീപ്പർ അച്യുതൻ വന്ന് ഗേറ്റുകൾ തുറന്നുകൊടുത്തു. വിജയകൃഷ്ണൻ കാർ ഓടിച്ചകത്തേക്ക് പോകുമ്പോൾ അതിനുള്ളിൽ അയാളുടെ ഇടതുവശത്തായി സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അച്യുതൻ കണ്ടു. ഷെഡിൽ കൊണ്ടുപോയി കാർ നിർത്തിയ ശേഷം അയാൾ നവമിയെയും കൂട്ടി പുറത്തിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് അയാൾ വേലക്കാരി ജഗദമ്മയെ വിളിച്ചു. ജഗദമ്മ വന്നപ്പോൾ അവരോട് പോയി പ്രവീണയെയും അനുറാണിയെയും കൂട്ടിക്കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെട്ടു.
വിജയകൃഷ്ണന്റെ പിന്നിൽ പേടിച്ചിരണ്ട മട്ടിൽ നിൽക്കുന്ന സുന്ദരിയായ ആ പെൺകുട്ടിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയ ശേഷം ജഗദമ്മ പോയി അനുവിനെയും പ്രവീണയെയും കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ്റെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അനുറാണി കൗതുകത്തോടെയാണ് നോക്കിയതെങ്കിൽ പ്രവീണയുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് ഒരു സംശയഭാവമാണ്. മക്കളെ, ഇത് നവമി. നവമി ഇതുവരെ ജീവിച്ചത് കൊല്ലത്താണ്. ഇനി മുതൽ ഇവൾ നമ്മളോടൊപ്പം ഇവിടെയാണ് താമസിക്കുന്നത്. നിങ്ങളുടെ മൂത്ത സഹോദരി കൂടിയാണിവൾ. അനു, നീ ഇവൾക്ക് താമസിക്കാൻ ഒരു റൂം കാണിച്ചു കൊടുക്ക്. നിന്റെ റൂമിൻ്റെ തൊട്ടരികിൽ മതി കേട്ടോ. ഇവളെ കൂട്ടിക്കൊണ്ടുപോ. അച്ഛൻ പറഞ്ഞത് അതേപടി അനുസരിക്കാനായി അനുറാണി മുന്നോട്ട് വരവേ പ്രവീണ അവളെ തടഞ്ഞു. അവിടെ നിൽക്കടി. പ്രവീണ അവളുടെ കൈക്ക് പിടിച്ചു നിർത്തി. പിന്നെ അവൾ വിജയകൃഷ്ണന് നേരെ തിരിഞ്ഞു. എന്താ അച്ഛ ഇതെല്ലാം? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എവിടുന്നോ ഒരു പെണ്ണിനെ പിടിച്ച് മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുക ഇവൾ ഇനി മുതൽ ഇവിടെയാ താമസിക്കുന്നതെന്ന്. അച്ഛൻ ഇതെന്തു പറ്റി? പ്രവീണ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു.